മനുഷ്യൻ മരിച്ചാൽ സാധാരണ നിലയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച ബോർഡുകൾ സ്ഥാപിക്കുന്നത് പതിവാണ്. എന്നാൽ കോട്ടയത്ത് ഒരു നായക്കുട്ടിക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരുപറ്റം ഓട്ടോറിക്ഷ തൊഴിലാളികൾ സ്ഥാപിച്ച ഈ ബോർഡിന് പിന്നിൽ ഒരു സ്നേഹത്തിന്റെ കഥയുണ്ട്. റിപ്പോർട്ട് കാണാം. കോട്ടയം കടുവാക്കുളം കവലയിലെ ഓട്ടോ ഡ്രൈവർമാരുടെ ആത്മമിത്രമായിരുന്നു സന്തോഷ് മോൻ എന്ന നായ്ക്കുട്ടി. 4 വർഷം മുൻപാണ് നായ ഇവിടെ എത്തിയത്. അന്നു മുതൽ ഡ്രൈവർമാർക്കൊപ്പമായിരുന്നു നായയുടെ ജീവിതം. നായയ്ക്ക് അവർ നൽകിയ പേരാണ് സന്തോഷ് മോൻ. ഓട്ടോയിൽ അപരിചിതർ കയറിയിരുന്നാൽ സന്തോഷ് മോൻ കുരച്ച് ഓടിയെടുക്കും. വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്തു നിൽക്കുന്നവരെയോ സ്കൂൾ കുട്ടികളെയോ ഉപദ്രവിക്കാറില്ല. കഴിഞ്ഞ ദിവസം വാഹനം ഇടിച്ചതിനെ തുടർന്നായിരുന്നു സന്തോഷ് മോന്റെ വിയോഗം. അവന്റെ വേർപാട് ഓട്ടോറിക്ഷ തൊഴിലാളികളെ കണ്ണീരിലാഴ്ത്തി. അത് ഇതുവരെ ഒരു മനുഷ്യനും ഉപദ്രവിച്ചിട്ടില്ല. 4 വയസ്സോളമായി. നമ്മൾ ഇവിടെ വൈകുന്നേരം ഇൻഡസ്ട്രിയെ വിട്ട് പെണ്ണുങ്ങൾ വന്നിരിക്കുമ്പോൾ അവരുടെ ഇടയ്ക്ക് കയറി കിടക്കുക, ഇതൊക്കെ അതിന് വരിക. ഒരു മനുഷ്യനെ ഇതുവരെ അത് ഉപദ്രവിച്ചിട്ടില്ല. ഇത് വണ്ടി ഇടിച്ചിട്ട് ഞങ്ങൾ അതിനെ പോയി തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ അതൊരു വല്ലാത്തൊരു മൗനം ആയിട്ട് രീതി. ഇവിടുന്ന് നടന്നു പോയി പിന്നെ അവിടെ ചെന്ന് കിടന്ന് ചാവുമായിരുന്നു. അപ്പുറം ആ കടയുടെ അവിടെ കിടന്നു. നമ്മൾ ഡ്രൈവർ അല്ലാതെ വേറൊരാൾ ആ വണ്ടി ഡ്രൈവർ സീറ്റിൽ കയറി കഴിഞ്ഞാൽ കയറാൻ സമ്മതിക്കില്ല വണ്ടി. അതുപോലെ തന്നെ വിശക്കുമ്പം ഓരോ ആൾക്കാരുടെ അടുത്ത് വന്ന് ഇവിടെ ഉള്ള കാക്കിട്ടിരിക്കുന്ന ആരാണോ അവരുടെ അടുത്ത് വന്ന് വണ്ടി ഓട്ടോറിക്ഷക്കാരുടെ അടുത്ത് വന്ന് ഇടയിൽ വന്നിട്ട് അവരുടെ 2 സൈഡിൽ നിൽക്കും 2 പട്ടികൾ. ഞാൻ കടയിൽ പോയി ടൈഗറിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് ഇവിടെ ആ കടയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചിവിടെ വരുന്നിടം വരെ, ഈ ആലിൻ്റെ ചുവട്ട് വരുന്നിടം വരെ ഞാൻ സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കും. സന്തോഷ് മോന് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഡ്രൈവർമാർ ബോർഡ് സ്ഥാപിച്ചത്. ആദരാഞ്ജലി അർപ്പിച്ച് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് കൗതുകത്തിനൊപ്പം നൊമ്പരം ഉണർത്തുന്ന കാഴ്ചയായി. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.